ലോറൻസ് ബിഷ്ണോയ്ക്കൊരു ദുരൂഹ പാഴ്സൽ വന്നു എന്ന് കേൾക്കുന്നു. എന്താണ് ആ പാഴ്സൽ? ലോറൻസ് ബിഷ്ണോയ്ക്ക് ഒരു പാഴ്സൽ വന്നിട്ടുണ്ട്. ആ പാഴ്സലിനകത്ത് കണ്ടന്റ് എന്താണെന്ന് പറയാം. അതിനു മുമ്പ് ലോറൻസ് ബിഷ്ണോയെ കുറിച്ച് അറിയാമല്ലോ, നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ അറിയാം. ധന്യക്കറിയാവോ? എനിക്കറിയില്ല. അറിയാമല്ലോ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ധന്യ മറന്നുപോയതാണ്. ഒരുപാട് വാർത്ത കൈകാര്യം ചെയ്യുന്നുണ്ട്, ധന്യ മറന്നുപോയതാണ്. ലോറൻസ് ബിഷ്ണോയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം ഓർക്കേണ്ട ഒരു കാര്യം, ബിഷ്ണോയ് എന്ന് പറയുന്നത് ഹിന്ദു മതത്തിലെ ഒരു വിഭാഗം ആളുകളാണ്. വിഷ്ണുവിനെ ആരാധിക്കുന്നവരാണ്. അവരതുകൊണ്ട് തന്നെ അവർ ബിഷ്ണോയ് സമുദായം എന്നറിയപ്പെടും. ഇപ്പോൾ രാജസ്ഥാനിലുണ്ട്, അങ്ങനെ വടക്കേ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള ഒരു ജാതി എന്ന് വേണേൽ പറയാം. ബിഷ്ണോയ് വിഷ്ണുവിന് വേണ്ടി ജീവിക്കുന്നവരാണ്. അവർ കള്ളു കുടിക്കത്തില്ല, മാംസാഹാരം കഴിക്കത്തില്ല, കളവ് പറയത്തില്ല, അധർമ്മം ചെയ്യത്തില്ല. അങ്ങനെ ജീവിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പ്, കൂടിപ്പോയ ഒരു 2 ലക്ഷം പേരൊക്കെ കാണും ആകെ മൊത്തം. അപ്പോൾ ഇവർക്ക് വളരെ പവിത്രമായ അവർ വിശ്വസിക്കുന്നൊരു മൃഗമുണ്ട്, കൃഷ്ണമൃഗം. ഈ കൃഷ്ണമൃഗത്തെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷേ സൽമാൻ ഖാൻ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ കൃഷ്ണമൃഗത്തെ വേട്ടയാടിയപ്പോൾ ഈ വിഷ്ണോയ് സമുദായത്തിൽപ്പെട്ടവർക്ക് വല്ലാതെ മുറിവേറ്റു. അവർ ഈശ്വര തുല്യമായി ആരാധിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ്റെ പേരിട്ട് കൃഷ്ണമൃഗം എന്നാണ് വിളിക്കുന്നത്, കൃഷ്ണൻ്റെ മൃഗം എന്നാണ് വിളിക്കുന്നത്. അവർ വല്ലാതെ മുറിവേറ്റപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനായ ലോറൻസ് ബിഷ്ണോയ് പറഞ്ഞു സൽമാൻ ഖാനെ കൊല്ലും എന്ന് പറഞ്ഞു. അതിനുശേഷം ആണ് ലോറൻസ് ബിഷ്ണോയുടെ പേര് പരക്കെ കേൾക്കാൻ തുടങ്ങി. ലോറൻസ് ബിഷ്ണോയുടെ പേര് അതിനു മുമ്പ് അറിയാമായിരുന്നു, പക്ഷേ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞു. കാരണം ഒരു സെലിബ്രിറ്റിയെ കൊല്ലും എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും പലതവണ സൽമാൻ ഖാനെ വെടിവെക്കുകയും ചെയ്തു. സൽമാൻ ഖാൻ്റെ വീടിന് മുന്നിൽ ഈ 1 വർഷം മുമ്പും ലോറൻസ് ബിഷ്ണോയ് ഗാങ്ങിലെ ആളുകൾ വെടിവെച്ചു. സൽമാൻ ഖാനുമായി അടുപ്പമുള്ള ബാബ സിദ്ദിഖി എന്ന് പറയുന്ന NCPയുടെ അവിടുത്തെ മഹാരാഷ്ട്രയിലെ നേതാവും മുൻ മന്ത്രിയുമൊക്കെയായിരുന്ന ബാബ സിദ്ദിഖിയെ ഒരു വർഷം മുമ്പ് മഹാരാഷ്ട്ര ഇലക്ഷന് 3 മാസം മുമ്പാണ് അയാൾ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഷാർപ്പ് ഷൂട്ടർമാർ വെടിവെച്ച് നോക്കുന്നത്. അപ്പോൾ ലോറൻസ് ബിഷ്ണോയുടെ പ്രധാനപ്പെട്ട പ്രവർത്തന കേന്ദ്രം കാനഡയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ട്, പഞ്ചാബിലെ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ ലോറൻസ് ബിഷ്ണോയുടെ ഉറ്റ സുഹൃത്താണ് ഗോൾഡി ബാർ. ഇവർ രണ്ടുപേരും കോളേജിൽ വെച്ച് പഠിക്കുമ്പോൾ വിദ്യാർത്ഥി യൂണിയൻ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഇവർക്കെതിരെ ഒരു വ്യാജ കേസുണ്ടായി. ഇവരെ ചില ആളുകൾ സമുദായം പറഞ്ഞ് ഇവരെ ദ്രോഹിച്ചു. അന്ന് അവർ പ്രതിജ്ഞയെടുത്തു, ഞങ്ങളുടെ സമുദായത്തിനെതിരെ വരുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരിടും. അങ്ങനെ അതിന് പകവീട്ടും. അതിനുശേഷം ഗോൾഡി ബാർ കാനഡയ്ക്ക് പോയി. ലോറൻസ് ബിഷ്ണോയും കാനഡയിലായിരുന്നു. ലോറൻസ് ബിഷ്ണോയുടെ അനിയൻ അമോൽ ബിഷ്ണോയ് കാനഡയിലാണ്. അങ്ങനെ കാനഡയിൽ നിന്ന് ലോറൻസ് ബിഷ്ണോയ് ഒരു ബിഷ്ണോയ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമായും 5000 ഷാർപ്പ് ഷൂട്ടർമാർ ബിഷ്ണോയ് സംഘത്തിനുണ്ട്. എന്നുവെച്ചാൽ വെടിക്കാർ, ഒന്നാന്തരം ഉന്നം തെറ്റാതെ വെടിവെക്കുന്ന 5000 പേരാണ് ബിഷ്ണോയ് ഗാങ്ങിനുള്ളത്. ഇത് തള്ളൊന്നുമല്ല. ആദ്യമേ നമ്മളൊരു വീഡിയോ ചെയ്തപ്പോൾ പിന്നെ തള്ളു 5000 പേരെന്നൊക്കെ. പിന്നീട് ലോറൻസ് ബിഷ്ണോയുടെ ചരിത്രം നോക്കിയാൽ ഗൂഗിൾ ചെയ്തറിയാം. ബിഷ്ണോയ് വിചാരിച്ചാൽ ലോകത്തെവിടെയും നടക്കും. ഇപ്പോൾ സമീപകാലത്ത് ചിലർ പറയുന്നുണ്ട് ഈ അജ്ഞാതൻ ലോകത്ത് പലരെയും കൊല്ലുന്നുണ്ട്, ഇതൊക്കെ ബിഷ്ണോയ് ആണോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പക്ഷെ ബിഷ്ണോയ് പറയുന്നുണ്ട് ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുന്നവന്മാരെ ഞങ്ങൾ തട്ടും. പന്നുവിനെ കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പിന്നിൽ ബിഷ്ണോയ് ഉണ്ടെന്ന് പറഞ്ഞു. നിജാറിനെ കൊന്നതിന് പിന്നിൽ ബിഷ്ണോയ് ഗാങ്ങാണെന്ന് പറയുന്നു. അങ്ങനെ ഇന്ത്യയുടെ ശത്രുക്കളെ ഞാൻ കൊല്ലും എന്ന് പരസ്യമായി ലോറൻസ് ബിഷ്ണോയ് പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ബിഷ്ണോയെ തെളിയിച്ചിട്ടുണ്ട്. ഇപ്പം ഇസ്താംബുളിൽ ഒരുത്തരെ കൊല്ലണം എന്ന് ലോറൻസ് ബിഷ്ണോയ് പറയുകയാണ്. തീരുമാനിച്ചാൽ ഇസ്താംബുളിൽ അയാൾക്ക് നേരെ വെടിവെപ്പ് നടന്നിരിക്കും. അപ്പോൾ 5000 ഷാർപ്പ് ഷൂട്ടർമാരുള്ള ഒരു സമാന്തര സേന ലോറൻസ് ബിഷ്ണോയ്ക്കുണ്ട്. ലോറൻസ് ബിഷ്ണോയ് ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്തിലെ സബർമതി സെൻട്രൽ ജയിലിലാണ് ലോറൻസ് ബിഷ്ണോയ് കഴിയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു തിയറി, ഇപ്പം ലോകത്തെമ്പാടും ഈ അജ്ഞാതരെ വിട്ട് ഓപ്പറേഷൻസൊക്കെ നടത്തുന്നതിൻ്റെ പിന്നിൽ ലോറൻസ് ബിഷ്ണോയ് ആണെന്ന് പറയുന്നത് സബർമതി ജയിലിൽ ഇന്ത്യ ചില പെറ്റി കേസ് അടിച്ചിട്ട് ലോറൻസ് ബിഷ്ണോയ് അവിടെ താമസിപ്പിച്ചിരിക്കുക. പുറത്തിറങ്ങിയാൽ പുള്ളിയുടെ സുരക്ഷയൊക്കെ നോക്കണം. പല രാജ്യങ്ങളിൽ അമേരിക്കയിൽ കേസുണ്ട്, കാനഡയിൽ കേസുണ്ട്. അങ്ങനെ പല രാജ്യങ്ങളിൽ ബിഷ്ണോയ് ഗാങ്ങിനെതിരെ കേസുകളുണ്ട്. അപ്പോൾ അവരൊക്കെ ലോറൻസ് ബിഷ്ണോയെ വിട്ടു തരണമെന്ന് ആവശ്യപ്പെടും. അപ്പോൾ നമ്മളെന്ത് പറയും? അതിൽ ലോറൻസ് ബിഷ്ണോയ് നമ്മുടെ നാട്ടിൽ ജയിലിലാണ്, സെൻട്രൽ ജയിലിലാണ്. അതുകൊണ്ട് അങ്ങനെ വിട്ടുതരാം, ഞങ്ങളുടെ നാട്ടിലെ നിയമപ്രകാരം അയാളുടെ ശിക്ഷ കഴിയണം എന്നൊക്കെ, അതിനുവേണ്ടി ജയിലിലിട്ടിരിക്കുന്നതാണ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്.
അത് ശരിയാവണമെന്നില്ല, അത് ചുമ്മാ പറയുന്നതാണ്. ഏതായാലും ലോറൻസ് ബിഷ്ണോയി സബർമതിയിലെ ഹൈ സെക്യൂരിറ്റി ജയിലിലാണ്. ഇതാണ് ലോറൻസ് ബിഷ്ണോയുടെ കഥ. ഇപ്പോൾ ഗോൾഡി ബാർ ഇപ്പോൾ കാനഡയിലുണ്ട്. ലോറൻസ് അവരെ ഇങ്ങനെ സൗഹൃദം, നമ്മൾ ഈ മോഹൻലാലിൻ്റെ ഹരികൃഷ്ണൻ സിനിമയിലെ പറയുന്ന പോലെയാണ്. ഗോൾഡി ബാറും ലോറൻസ് ബിഷ്ണോയും തമ്മിലുള്ള സൗഹൃദം എന്ന് പറഞ്ഞാൽ പഴയ നമ്മുടെ ഈ സിനിമയിലെ ഷോലെ സിനിമയിലെ ധർമ്മേന്ദ്രയും അമിതാഭ് ബച്ചനും തമ്മിലുള്ള സൗഹൃദം പോലെയാണ്. ഹേ ദോസ്തി ഹേ എന്നുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ, അതുപോലെയാണ്. ലോറൻസ് ബിഷ്ണോയി സബർമതി ജയിലിലിരുന്ന് ആലോചിക്കും, മറ്റേ കാനഡയിൽ ഇരിക്കുന്ന ഒരു സിഖുകാരനെ തട്ടണം എന്ന് ഇവിടെ നിന്ന് ലോറൻസ് ബിഷ്ണോയി ആലോചിക്കും. പിറ്റേ ദിവസം ഗോൾഡി ബാർ അത് നടപ്പാക്കിയിരിക്കും. ഇതാണ് ഇവർ തമ്മിലുള്ള കെമിസ്ട്രി. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൗഹൃദമുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ ആരാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും പറയാം, ഒന്ന് ലോറൻസ് ബിഷ്ണോയും ഗോൾഡി ബാറും തമ്മിലുള്ള സൗഹൃദം. രണ്ടുപേരും ലോകത്തെ പല ഏജൻസികളുടെയും നോട്ടപ്പുള്ളിയാണ്. കനേഡിയൻ പൗരനാണ് ഇപ്പോൾ ഗോൾഡി ബാർ. എന്നാണ് പശ്ചാത്തലം. അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ലോറൻസ് ബിഷ്ണോയിയെ തേടി. ഇതിനു മുമ്പ് പറഞ്ഞു ലോറൻസ് ബിഷ്ണോയിക്ക് എങ്ങനെയാണ് പുറത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയുന്നത് എന്നത് വലിയ ദുരൂഹമാണ്. ലോറൻസ് ബിഷ്ണോയിക്ക് എങ്ങനെയാണ് ജയിലിലിരുന്ന് ലോറൻസ് ബിഷ്ണോയി തീരുമാനിക്കുന്ന കാര്യങ്ങൾ പുറത്ത് ഇന്ത്യയിലും കാനഡയിലും ഒക്കെയുള്ള അല്ലെങ്കിൽ ഗോൾഡി ബാറിനെ വരെ എങ്ങനെ അറിയിക്കാൻ കഴിയുന്നു എന്നുള്ളത് ദുരൂഹമാണ്. അദ്ദേഹത്തിന് ലോറൻസ് ബിഷ്ണോയിക്ക് ജയിലിനകത്ത് ടെലഫോൺ സൗകര്യങ്ങളുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. അതൊക്കെ അങ്ങനെയൊന്നുമില്ല. ലോറൻസ് ബിഷ്ണോയി തടവിലാണ്, ഒരാളെ പോലും കാണാൻ പോലും സമ്മതിക്കുന്നില്ല എന്ന് സബർമതി ജയിൽ അധികൃതർ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയുള്ള ലോറൻസ് ബിഷ്ണോയി സബർമതി സെൻട്രൽ പ്രിസൺ എന്ന് ഗുജറാത്ത് എന്ന് പറഞ്ഞ് ഒരു പാഴ്സൽ വന്നു. ഈ പാഴ്സൽ വന്നിരിക്കുന്നത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. ഈ പാഴ്സലിൻ്റെ മേൽവിലാസം ഉണ്ടായിരുന്നു. അയച്ച ആളുടെ പേര് വന്ദന ഗൗർ, ഓസ്ട്രേലിയ എൻ്റെ പേര്. വന്ദന ഗൗർ എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി, യുവതി അല്ലെങ്കിൽ അമ്മച്ചി, അവരാണ് പാഴ്സൽ അയച്ചിരിക്കുന്നത്. ആ പാഴ്സൽ തുറന്നപ്പോൾ അതിനകത്തുണ്ടായിരുന്നത് ഒരു ടവൽ, ഒരു ഷേവർ, ഷേവ് ചെയ്യാനുള്ള ഷേവർ, ഇത് രണ്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കിട്ടി. ഇതിൻ്റെ വാർത്തകളൊക്കെ പുറത്തു വന്നപ്പോഴത്തേക്ക് നിധി ഠാക്കൂർ എന്ന് പറഞ്ഞ സബർമതി സെൻട്രൽ ജയിലിൻ്റെ സൂപ്രണ്ടൻറ്റിന് പറഞ്ഞു അങ്ങനെ പാഴ്സലൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ആദ്യം പറഞ്ഞു അങ്ങനെ, അവർ നിഷേധിച്ചു. പക്ഷേ ഇങ്ങനൊരു പാഴ്സൽ വന്നു എന്നുള്ളത് ഇൻ്റലിജൻസ് ഏജൻസികളൊക്കെ അറിഞ്ഞു. അപ്പോൾ ഈ ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു പാഴ്സൽ ഗുജറാത്തിലെ സബർമതി സെൻട്രൽ ജയിലിലേക്ക് അയക്കണമെങ്കിൽ ആയിരക്കണക്കിന് രൂപ ചിലവ് വരും. ആയിരക്കണക്കിന് രൂപ ചിലവഴിച്ച് ഒരു ചെറിയ ടവൽ, ഒരു ഷേവർ, ഒറ്റ ഷേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷേവർ, ഇത് അതിന് ഇന്ത്യയിൽ 100 രൂപയ്ക്ക് താഴെ കിട്ടും. ഇവിടെ 100 രൂപയിൽ താഴെ കിട്ടുന്ന സംഗതികൾ എന്തിന് ഓസ്ട്രേലിയയിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ മുടക്കി ഇങ്ങോട്ട് അയക്കണം എന്നൊരു സംശയം. കാരണം ഒരു പാഴ്സൽ വന്നാൽ പൊട്ടിച്ചിട്ട് ജയിലിൽ കിടക്കുന്നൊക്കെ കൊടുക്കത്തുള്ളൂ, അല്ലെ ബോംബാണെങ്കിലോ. അപ്പോൾ സംശയം വന്നു. അവരുടനെ വന്ദന ഗൗർ എന്ന് പറയുന്ന ഓസ്ട്രേലിയൻ അഡ്രസ്സിനെ കുറിച്ച് അന്വേഷിക്കാൻ ഓസ്ട്രേലിയൻ എംബസിയുമായി നമ്മുടെ ഇവിടുന്ന് ബന്ധപ്പെട്ടു. അങ്ങനെ ഒരു ഗൗറും ഇല്ല, വന്ദനയില്ല, അഡ്രസ്സും ഇല്ല. അപ്പോൾ ആരാണ് അയച്ചത്? അപ്പോൾ അതൊരു കുഴപ്പം പിടിച്ച കാര്യമായി. കാരണം ലോറൻസ് ബിഷ്ണോയിയെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഏതൊരു ബോളിവുഡ് സിനിമാ നടനെക്കാളും സുന്ദരനാണ്. അങ്ങനെയുള്ള ലോറൻസ് ബിഷ്ണോയി ഷേവ് ചെയ്യാതൊന്നുമല്ല അവിടെ ഇരിക്കുന്നത്. ലോറൻസ് ബിഷ്ണോയിക്ക് ഷേവ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അവിടെ ആര് വന്ന് ഷേവ് ചെയ്ത് കൊടുക്കാതിരിക്കും? അപ്പോൾ എന്തിനാണ് വന്നത്? ഒരുപക്ഷെ ഈ ഷേവറും ഈ ടവലും വന്നത് എന്തെങ്കിലും കോഡാണോ? എന്തെങ്കിലും ഒരു കോഡ് മെസ്സേജാണോ ലോറൻസ് ബിഷ്ണോയിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? അതുപോലെ ഭീഷണിയാണോ? നിന്നെ ഷേവ് ചെയ്ത് കളയും എന്നുള്ള ഭീഷണിയാണോ? അതോ വേറെന്തോ ഒരു മെസ്സേജാണോ എന്നും രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുകയാണ്. അതോടൊപ്പം മറ്റൊരു സംശയം കൂടിയുണ്ട്. ആ സംശയത്തിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല. കാരണം ഇങ്ങനൊരു പാഴ്സൽ അയച്ചാൽ അത് തുറക്കാതെ ലോറൻസ് ബിഷ്ണോയ്ക്ക് കൊടുക്കുക. ഒരു ടെസ്റ്റ്, ഒരു ചെറിയ സാധനം അയച്ചു, അത് കഴിഞ്ഞൊരു വലിയ സാധനം അയക്കാം, അതിനുള്ള അതല്ല. ഏത് ജയിലിൽ വന്നാലും തുറക്കാതെ കൊടുക്കത്തില്ല, പരിശോധിക്കും. അപ്പോൾ ഇത് ഫോറിൻ പോസ്റ്റ് ഓഫീസ് വഴിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതായാലും രഹസ്യാന്വേഷണ ഏജൻസികൾ IB, റോ ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ ഏജൻസികൾ ഇപ്പോൾ അന്വേഷിക്കുകയാണ്. എന്തിന് ലോറൻസ് ബിഷ്ണോയ്ക്ക് പാഴ്സൽ വന്നു? ഓസ്ട്രേലിയയിൽ നിന്ന് വന്നു, അയച്ചതാര്? ഇനി
ആ പാഴ്സലിനകത്തുള്ള സംഗതിയാണ് നേരത്തെ പറഞ്ഞതിൽ ഏറ്റവും ദുരൂഹം. എന്താണ് ഒരു ടവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് അതിൻ്റെ കൂടെ വെച്ചിരിക്കുന്ന ഒരു റേസർ, ഷേവ് ചെയ്യാനുള്ള റേസർ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ സാധാരണ നമ്മൾ ഷേവ് ചെയ്തിട്ട് മുഖം തുടയ്ക്കാൻ ഒരു ടവൽ, ഒരു നോട്ട്ബുക്കിൻ്റെ വലിപ്പം, ഒരു ടവലിൻ്റെ വലിപ്പം അറിയാമല്ലോ. ഇത്രയും 2 സാധനങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്ന് ഇത്രയും പണം മുടക്കി അയക്കണമെങ്കിൽ ധന്യക്ക് എന്ത് തോന്നുന്നു? അതൊരു ഭീഷണിയായിരിക്കുമോ? എനിക്ക് തോന്നുന്നു അതൊരു കോഡായിരിക്കും. വീണ്ടും ആരോ ഷേവ് ചെയ്യാനുള്ള ഷേവ് ചെയ്ത് എവിടെയോ അജ്ഞാതൻ ഇറങ്ങുന്നുണ്ട് ഉടനെ. എന്തോ അത് ദുരൂഹതയാണ്. ദുരൂഹത ഉണ്ടല്ലോ. അപ്പോൾ ലോറൻസ് ബിഷ്ണോയിക്ക് വന്നിരിക്കുന്ന ഈ പാഴ്സൽ എന്താണെന്നുള്ളത് ഇപ്പോൾ റോ അന്വേഷിക്കുന്നുണ്ട്, അത്തരം ഏജൻസികളൊക്കെ അന്വേഷിക്കുന്നു. അതിൻ്റെ ഉത്തരം ഒരു പക്ഷേ വരുന്ന ഏതെങ്കിലും ദിവസങ്ങളിൽ നമ്മൾ വേറെ ഏതെങ്കിലും വാർത്തയായിട്ട് കേൾക്കാം. ഏതെങ്കിലും ലോറൻസ് ബിഷ്ണോയി നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് പെൺകുട്ടികൾ അവരുടെ ലോക്കറ്റിൽ ലോറൻസ് ബിഷ്ണോയുടെ ഫോട്ടോ ഇട്ട് കിടക്കുന്നുണ്ട്. അവിടെ ഈ ചിലരൊക്കെ പറയുന്നുണ്ട്, പോകുന്ന വഴിക്ക് ആരെങ്കിലും കമൻറ്റ് ചെയ്താൽ ഞാൻ ബിഷ്ണോയാടാ എന്ന് പറഞ്ഞാൽ ഈ പൂവാലന്മാർ പറവറക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഇന്ത്യക്കാർക്ക് ഈ ലോകത്തെമ്പാടുമുള്ള തീവ്രവാദികളും ഇസ്ലാമിസ്റ്റുകളും വലിയ തോതിലുള്ള ഭീഷണി ഉയർത്തുമ്പോൾ വടക്കേ ഇന്ത്യയിലുള്ള ഇന്ത്യക്കാർക്കെങ്കിലും ആവേശം നൽകുന്ന ഒരു പേരാണ് ലോറൻസ് ബിഷ്ണോയ്. അപ്പോൾ ചിലർ ചോദിക്കും, ഒരു ഗാങ്സ്റ്ററിന്, ഒരു ഭീകരനെ നിങ്ങളിങ്ങനെ പ്രോത്സാഹിപ്പിക്കാമോ, അയാളെ പ്രൈസ് ചെയ്യാമോ, പുകഴ്ത്താമോ എന്നൊക്കെ ചോദിക്കുന്നവരാണ്. മുമ്പ് നമ്മൾ പറഞ്ഞപ്പോഴും താഴെ വന്ന് കമൻ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ ഭീകരനെ എനിക്കിഷ്ടമാണ്, ധന്യക്കിഷ്ടമാണെന്ന് അറിയത്തില്ല. കാരണം ഈ ഭീകരൻ പറയുന്നു, ഞാൻ ഇന്ത്യക്കാരനാണ്, ഇന്ത്യയുടെ ശത്രുവിനെ ഞാൻ കൊല്ലും, ഞാൻ ഹിന്ദുവാണ്, ഹിന്ദുക്കളുടെ വിശ്വാസത്തെ ആരെങ്കിലും തൊട്ട് കളിച്ചാൽ അവരെ ഞാൻ തീർക്കും. ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ഭീകരനെ എനിക്കിഷ്ടമാണ്. കാരണം അയാൾ ഈ നാട്ടിൽ ആരെയും കൊള്ളയടിക്കാൻ പോകുന്നില്ല, ഈ നാട്ടിൽ ആരെയും ഭീഷണിപ്പെടുത്താൻ പോകുന്നില്ല, ഈ നാട്ടിലെ ഒരു പെൺകുട്ടിയുടെയും മാനത്തിന് വില പറയുന്നില്ല. മാത്രമല്ല ആ നാട്ടിലെ പെൺകുട്ടികളുടെ മാനത്തിനുള്ള കാവൽ കൂടിയാണ് ലോറൻസ് ബിഷ്ണോയ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വടക്കേ ഇന്ത്യയിൽ പല പെൺകുട്ടികളും കണ്ടിട്ടില്ലെങ്കിൽ പോലും അവർക്കൊരു ഉറപ്പിന് വേണ്ടി ലോക്കറ്റിൽ ലോറൻസ് ബിഷ്ണോയുടെ ചിത്രം പതിക്കുന്നുണ്ട്. ലോറൻസ് ബിഷ്ണോയുടെ പടമുള്ള ലോക്കറ്റ് ഇട്ട് നടന്നാൽ അവൾക്ക് ബോംബെയിലോ ഡൽഹിയിലോ എവിടെയും നിർഭയം നിരന്തരം സധൈര്യം നടക്കാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഗാങ്സ്റ്ററെ എനിക്ക് ഇഷ്ടമാണ്. ധന്യക്കോ? എനിക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.